പറയട്ടെ, പ്രിയപ്പെട്ട രവീന്ദ്രൻ മാസ്റ്ററെ ടീം എന്ന് പറയുന്ന എസൻസ് ഗ്ലോബലിലുള്ള മിക്ക ആളുകളും നിയോ ഏത്തിസ്റ്റ് ഗ്രൂപ്പുകളാണ്. നമുക്കറിയാവുന്ന പോലെ നിരീശ്വരവാദത്തിൽ നാസ്തികന്മാരിൽ 7 സെക്ടേറിയൻസ് ഉണ്ട്. അതിലേറ്റവും അപകടമേറിയ ഒരു സെക്ടേറിയൻസ് ആണ് നിയോ ഏത്തിസ്റ്റ്. അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന റിച്ചാർഡ് ഹോക്കിൻസിന്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം, നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകം, അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുറെ സംഭാവനകൾ അതിനകത്തുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ഈ നിയോ ഏത്തിസ്റ്റുകളിലെ പ്രധാനികളായിരിക്കുന്ന ഡെൻഡൻസ്, ക്രിസ്റ്റോഫർ ഹിച്ചൻ, സാം ഹാരിസ്, അതുപോലെ റിച്ചാർഡ് ഡോങ്ങിൻസ്, ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ നിയോ ഏത്തിസ്റ്റ് ഗ്രൂപ്പാണ്. എന്താണ് ഏത്തിസ്റ്റും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയോ ഏത്തിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അവര് വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് തറപ്പിച്ച് പറയുക മാത്രമല്ല, മറ്റുള്ളതെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഏത് എക്സ്റ്റന്റ് വരെ പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. കുറച്ച് അപകടകരം കൂടിയാണ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ധാർമ്മികത എന്ന് നമ്മുടെ സമൂഹത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്ന പലതും അങ്ങനെ ആവശ്യമില്ല എന്ന് പ്രഘോഷിക്കുന്ന ആളുകളാണ്, അത് പഠിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിരവധി ചെറുപ്പക്കാർ ഈ നൂതനമായ ആശയത്തിലേക്ക് വഴുതി വീഴുകയും ഇതാണ് ജീവിതം, എപ്പിക്യൂരിയൻ സ്റ്റോയിക്കൻസിന്റെ ഒക്കെ തിയറി പോലെ അവരൊക്കെ ധരിച്ചിരുന്നത് പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ആ എപ്പിക്യൂരിയൻ തിയറി ഫോളോ ചെയ്യുന്നവരാണ് നിയോ ഏത്തിസ്റ്റ്. അത് വലിയ അപകടമാണ്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ ചിത്രീകരിക്കപ്പെടും, മാത്രമല്ല സമൂഹം തന്നെ ഇല്ലാതെയായി. നമുക്കറിയാം ഹേത്തി ദ്വീപിലൊക്കെ സംഭവിച്ചത്. ഹോമോസെക്സ്വാലിറ്റിയും ലെസ്ബിയനും ഒക്കെ അധികമായി പ്രാക്ടീസ് ചെയ്ത ആ നാട്ടില് ഇന്ന് ചെറുപ്പക്കാരില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ വലിയ തെളിവുകളാണ്. നമ്മുടെ കൺമുമ്പിൽ വരച്ച് കണക്കപ്പെട്ടിരിക്കുന്ന തെളിവുകളാണ്. അപ്പൊ ഈ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ റെഫ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിശേഷത. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ദൈവമില്ല എന്ന്, യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നാസ്തികന്മാർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് രവീസ് മാഷയുടെ ആ ടോക്ക് കേട്ടാൽ തന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞു, ബൈബിള് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തു ഉണ്ടായിരുന്നില്ല. അങ്ങനെ അംഗീകരിക്കുകയോ ബൈബിളിന്റെ ധാർമ്മികതയെ അംഗീകരിക്കുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞാലുള്ള ഹോമോസെക്സ്വാലിറ്റി, അഡൾട്ടറീസ്, അതുപോലെ ലെസ്ബിയൻ, ഈ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുകയില്ല, സമൂഹം അംഗീകരിക്കുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നും ബൈബിൾ തെറ്റാണെന്നും പഠിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയായി അവർ കണ്ടെത്തുന്നത്. അപ്പം ഒരു കാര്യം ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്നുള്ള രവി മാസ്റ്ററുടെ വിചിത്രമായ വാദത്തിന് അവർ തന്നെ സാധാരണ എടുത്ത് ഉദ്ധരിക്കാറുള്ള ലോക ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിട്ട് അറിയപ്പെടുന്ന ഐൻസ്റ്റീൻ, അദ്ദേഹത്തിന്റെ ഒരു ഐൻസ്റ്റീനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനിയെ അല്ലാതിരുന്ന ജോർജ് സിൽവസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. ഐൻസ്റ്റീൻ was then asked to what extent he was influenced by Christianity. As a child, I received instruction both in the Bible and in the Talmud. I am a Jew, but I am enthralled by the luminous figure of the Nazarene. Einstein was then asked if he accepted the historical existence of Jesus, to which he replied, unquestionably. No one can read the Gospels without feeling the actual presence of Jesus. His personality pulsates in every word. No myth is filled with such life. സാറ്റർഡേ ഈവനിങ്ങിന് വേണ്ടിയുള്ള ഒരു പത്രത്തിലേക്ക് വേണ്ടുന്ന ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് തരത്തിലാണ് ക്രിസ്ത്യാനിറ്റി അങ്ങയെ സ്വാധീനിച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ബൈബിളിലെയും യഹൂദന്മാരുടെ വ്യാഖ്യാന കേന്ദ്രമായിരിക്കുന്ന തൽമൂദിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, നസ്രയനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അത് എന്റെ മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ചരിത്രപരമായ അസ്തിത്വത്തെ താങ്കൾ അംഗീകരിക്കുന്നുവോ എന്ന് ആ സിൽവസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഐൻസ്റ്റീനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, അൺക്വസ്റ്റ്യനബിളി, ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. No one can read the Gospels without feeling the actual presence of Jesus. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം കൂടാതെ ഒരു വ്യക്തിക്കും സുവിശേഷങ്ങൾ വായിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഓരോ വാക്കുകളിലും
നമ്മുടെ ഹൃദയം തുടിക്കും, നമ്മുടെ ശരീരത്തിൽ തുടിപ്പുണ്ടാക്കും. മാത്രമല്ല, ആ യേശുവിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ ഒരു മിഥ്യ പോലുമില്ല, ഒരു കടങ്കഥ പോലുമില്ല, നമ്മൾ അതിനെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഐൻസ്റ്റീൻ തന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ പോലും യേശു ക്രിസ്തുവിന്റെ ആസ്തിത്വത്തെ തിരസ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അംഗീകരിക്കുകയും അതിനെ ഏറ്റവും അധികം റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിരിക്കുമ്പോൾ, ശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈ ശാസ്ത്രത്തിന്റെ യാതൊരു പിൻബലവും ഇല്ലാതെ ഒരു കോളേജ് അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധാർമികയുടെ വാക്താവായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട രവിചന്ദ്രൻ മാസ്റ്റർ സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന ഉത്തരം, നിങ്ങൾ ഐൻസ്റ്റീന്റെ ആ വാക്കുകൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ഐൻസ്റ്റീൻ ഒരു ക്രിസ്ത്യൻ ആയിരുന്നില്ല, ഐൻസ്റ്റീൻ യഹൂദനായിരുന്നു. പക്ഷേ he had no religiosity experience in his life. മതാത്മകമായ യാതൊരു അനുഭവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു, അതും സത്യമാണ്. എങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഐൻസ്റ്റീൻ വാസ് ക്ലിയർ അബൌട്ട് ഹിസ് കൺവിക്ഷൻ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൺവിക്ഷൻ ഉണ്ടായിരുന്നു.